കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. നീയൊരു നാളും പതറുകയില്ല. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില അരുതുകളെയും അതിരുകളെയും കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. അതിനെ തുടർച്ചയായി ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. നിൽക്കരുത്, നടക്കരുത്, ഇരിക്കരുത്, പുറകോട്ട് നോക്കരുത് എന്നൊക്കെ അരുതുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതാണ്. ഇന്ന് പറയരുത് എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുക. എന്താണ് പറയരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം വിലക്കുന്നത്? ലേവ്യ പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും പുറപ്പാട് പുസ്തകത്തിന്റെ 23-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും വളരെ വ്യക്തമായി പറയുന്നു, നീ ഏഷണി പറയരുത്, നീ കള്ളസാക്ഷ്യം പറയരുത്. മനുഷ്യ ജീവിതത്തിൽ നമ്മെ തകർത്ത് കളയുന്ന 2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത്. ഒന്ന്, നീ ഏഷണി പറയരുത്. മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാതിരിക്കുക. സത്യം എന്തെന്ന് നീ അറിയാതിരിക്കെ അസത്യത്തെ പ്രചരിപ്പിക്കാതിരിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ ഗൗരവമായ ഒരു തെറ്റാണ് നീ ചെയ്യുന്നതെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നീ ഏഷണി പറയരുത് എന്ന് വചനം നമ്മളോട് പറയുന്നു. രണ്ടാമത്, നീ കള്ളസാക്ഷ്യം പറയരുത്. നീ സാക്ഷ്യം വഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നീ സാക്ഷ്യം കൊടുക്കരുത്. നിന്റെ സാക്ഷ്യം സത്യമായിരിക്കണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ അരുത് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യം: ഒന്ന്, നീ ഏഷണി പറയരുത്. 2, നീ കള്ളസാക്ഷ്യം പറയരുത്. അടുത്ത അരുത് എന്ന് പറയുന്നത് വിൽക്കരുതെന്നാണ്. എന്താണ് വിൽക്കരുതെന്ന് വചനം അനുശാസിക്കുന്നതെന്നറിയാമോ? നീ സത്യത്തെ വിറ്റുകളയരുത്, നീതിയെ വിറ്റുകളയരുത്. സദൃശവാക്യങ്ങൾ 23-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ സത്യത്തെ വിറ്റുകളയരുത്, നീതിയെ തകിടം മറയ്ക്കരുത്. കാരണം ക്രിസ്തീയ ജീവിതം അടിത്തറയിട്ടിരിക്കുന്നത് സത്യത്തിലാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് ക്രൈസ്തവർ. യഥാർത്ഥ സത്യമായ കർത്താവിനെ അറിയുക എന്നുള്ളതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അറിയുന്ന കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവന്റെ നിയോഗവും ധർമ്മവും എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സത്യത്തെ നീ വിറ്റുകളയരുത്, ധർമ്മത്തെ നീ തകർത്ത് കളയരുത്. അടുത്ത അരുതുകളിൽ നാം കാണുന്നത് നീ വാങ്ങരുതെന്നാണ്. എന്തൊക്കെയാണ് വാങ്ങരുതെന്ന് പറയുന്നത്? ഒന്ന്, നീ സമ്മാനം വാങ്ങരുത്, നീ കൈക്കൂലി വാങ്ങരുത്, നീ പലിശ വാങ്ങരുത്. ഈ 3 കാര്യങ്ങൾ നീ വാങ്ങരുതെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും 15-ാമത്തെ സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും 16-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോഴും ആവർത്തന പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോഴും നീ സമ്മാനം വാങ്ങരുത്, നീ കൈക്കൂലി വാങ്ങരുത്, നീ പലിശ വാങ്ങരുത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ,
ക്രിസ്തീയ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് വചനം നമ്മളോട് പറയുന്നത്. കൈക്കൂലിയുടെ സ്വഭാവമുള്ള സമ്മാനം വാങ്ങരുത്. മറ്റുള്ളവന്റെ കണ്ണീരിന്റെ കാശായിരിക്കുന്ന പലിശ വാങ്ങരുത്. ഇത് രണ്ടും ക്രൈസ്തവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതാണ്. അല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതവും കണ്ണീരിൽ കുതിർന്നു പോകാൻ ഇടയായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം ഗൗരവമായ മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവ സന്നിധിയിൽ സന്തോഷവും ആഹ്ലാദവും നീതിയും ധർമ്മവും ആചരിച്ച് മുന്നോട്ടു പോകാൻ കാരുണ്യവാനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ും